നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചായയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ചെടിയാണല്ലോ ശംഖുപുഷ്പം. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നതാണ്. ആ ഒരു ശംഖുപുഷ്പം വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു ചായ ഉണ്ടാക്കുന്നത്. വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ചെടിയാണ് ശംഖുപുഷ്പം. ചെറിയ കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് ചായ കൊടുക്കുകയാണെങ്കിൽ ബുദ്ധിശക്തിക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പ്രായം കൂടിയ ആളുകൾക്കൊക്കെ ഷുഗർ ഉണ്ടാകുന്നെങ്കിൽ അതും കുറയ്ക്കാൻ ഈ ഒരു ചായ ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ ചായ തയ്യാറാക്കാനായിട്ട് 1.5 ഗ്ലാസ് വെള്ളവും അതിലേക്ക് ഒരു ഗ്രാമ്പൂവും ഒരു ഏലക്കയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് അടച്ചു വയ്ക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ശംഖുപുഷ്പം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ശംഖുപുഷ്പത്തിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ചായയുടെ കളറും നല്ല രീതിയിൽ നീല കളറായി കിട്ടുന്നതാണ്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഈ പൂക്കളൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് മുക്കി കൊടുക്കാം. ശേഷം ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. എന്നാൽ ആ പൂക്കളിലുള്ള നീല നിറമൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേരുകയുള്ളൂ. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം ഇതാ അത്യാവശ്യം നീല നിറമൊക്കെ നമ്മളെ വെള്ളത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം കേട്ടോ. ഗ്ലാസ്സിലേക്ക് ഒന്ന് മാറ്റി ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല നീല നിറം കിട്ടിയിട്ടുണ്ട് ചായക്ക്. ഒരു ലെമണും കൂടെ ഞാനൊന്ന് സ്ക്യൂസ് ചെയ്തിടുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കൊരു പർപ്പിൾ കളറ് പിങ്ക് കളറോടെ കൂടിയാണ് നമുക്ക് ഒരു ചായ കിട്ടുന്നത്. ലെമൺ ടീ ഒക്കെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെയധികം ഉപകാരപ്രദമായ ഒരു ചായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്ഥിരമായിട്ട് ഈ ചായ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രകൃതിദത്തമായിട്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.